ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാനിന്ന് ഇപ്പോൾ സമയം ഏകദേശം ഒരു 5 o'clock ആവുന്നേ ഉള്ളൂ. ഞാൻ നേരത്തെ ഉറക്കം എണീച്ചു. ഞാൻ സംസാരിക്കുന്നത് പോലും ഹാഫ് സ്ലീപ്പിലാണെന്ന് തോന്നുന്നു. ബട്ട് പോയി ബ്രഷ് ചെയ്തതിന് ശേഷം ഞാൻ ഒരു കപ്പ് വെള്ളം കുടിക്കാൻ ശ്രമിക്കും. എല്ലാ തവണയും എണീക്കുമ്പോൾ ഒരു കപ്പ് വെള്ളമെങ്കിലും കുടിക്കാൻ തോന്നും. അപ്പം അത്രയേ ഉള്ളൂ. സോ ഇത് ഫസ്റ്റ് വ്ളോഗൊന്നും അല്ല. ഞാൻ ഇടയ്ക്ക് വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ശ്രമം നടത്തിയിട്ടുള്ളതാണ്. ഞാൻ 2023 തോന്നുന്നു ഒരു ബോട്ട് റേസിന് വേണ്ടിയിട്ട് പോലും ഒരു ബോട്ട് റേസിൻ്റെ ഒരു വള്ളംകളി, കേരളത്തിലെ വള്ളംകളി, അതിൻ്റെ ഒരു വ്ളോഗ് ഫൂട്ടേജ് എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. എപ്പോഴെങ്കിലും നമുക്കത് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാം. എന്തായാലും ഞാനിനി കണ്ടിന്യൂ ചെയ്യുന്നത് ഒരു ഡെയിലി വ്ളോഗ് അല്ലെങ്കിൽ ഒരു 2 days in a week ആ ഒരു ഫ്രീക്വൻസിയിലുള്ള വ്ളോഗ്സ് ആയിരിക്കും. നല്ല ലേണിങ്സ് കിട്ടാനൊരു അത്രയ്ക്കും കുറച്ച് ലേണിങ്സ് എങ്കിലും ഉള്ള വീഡിയോസ് ആയിരിക്കും ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യുക. എൻ്റെ എക്സ്പീരിയൻസസും കുറച്ച് എങ്ങനെ നെറ്റ്വർക്ക് ചെയ്യാം, എങ്ങനെ ലിങ്ക്ഡിൻ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാം, പേഴ്സണൽ ബ്രാൻഡിങ്, ഇതിനെക്കുറിച്ചൊക്കെ ഒത്തിരി ടോപ്പിക്സ് കവർ ചെയ്ത് പോവും. ബിക്കോസ് ഞാൻ BCom ഗ്രാജുവേറ്റ് ആണ്. കോമേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്. കോമേഴ്സ് പഠിപ്പിക്കാനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതെല്ലാം നോക്കുമ്പോൾ കുറച്ച് ഗുഡ് ടോപ്പിക്സ് വിൽ ബി എനിവേസ് കമ്മിങ് അപ്പ് ഇൻ ദ പേജ്. സോ അത്രയേ ഉള്ളൂ. ഞാൻ എന്തായാലും ഈ വെള്ളം ഒന്ന് കുടിക്കട്ടെ. അതുവരെ ഒരു ചെറിയൊരു കട്ട് ഇവിടെ ചെയ്യുകയാണ്. ചിലപ്പോൾ ഒന്ന് നടക്കാൻ പോയാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷെ ഇവിടെ ഒരു മഴ ഒന്ന് തോർന്നിട്ട് നിൽക്കുവാണ്. അപ്പം ഇപ്പോൾ പുറത്തോട്ട് പോയാൽ നൈസായിരിക്കുമോ എന്നുള്ളതൊരു ചെറിയൊരു ഡൗട്ട്ഫുള്ളുണ്ട്. ബട്ട് സ്റ്റിൽ ഇത് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ബോർഡ് സ്റ്റൈലാണ്. മിക്കവാറും ഞാൻ എൻ്റെ ടൈം ലൈൻ ഇങ്ങനെ വെക്കും. അത് കഴിഞ്ഞിട്ടായിരിക്കും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സോ ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതിന് വൈറ്റ് ബോർഡ് വേണമെന്നൊന്നുമില്ല. നമുക്ക് എവിടെയാണെങ്കിലും ഒരു പേപ്പർ, ഒരു ഫുൾ സ്കേപ്പ് പേപ്പർ അല്ലെങ്കിൽ ഒരു A4 പേപ്പർ എടുക്കുക. അതിനകത്ത് ജസ്റ്റ് ഒന്ന് വരയ്ക്കുക. അല്ലെങ്കിൽ ഒരു നോട്ട്ബുക്ക് ആയിരുന്നാലും മതി. ജസ്റ്റ് ഒന്ന് എന്തൊക്കെ ചെയ്തു, നമ്മൾ എന്തിനൊക്കെ സന്തോഷമായി, എന്തൊക്കെ നല്ല കാര്യങ്ങൾ നടന്നു, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിടുന്നത് നല്ലൊരു മൊമെൻ്റ് ആയിരിക്കും. ഇത് രാവിലെയോ അല്ലെങ്കിൽ രാത്രിയോ ഒക്കെ നിങ്ങൾക്ക് എഴുതിയിടാം. ഞാൻ എൻ്റെ ടേബിളിൽ ഒരു ചെറിയൊരു നോട്ട് പാഡ് വെച്ചിട്ടുണ്ട്. ഇതിലായിരിക്കും ഞാൻ എന്തെങ്കിലും ഐഡിയാസൊക്കെ കിട്ടുവാണെങ്കിൽ ഇതിൽ എഴുതിയിടും. അത് മാത്രമല്ല ചിലപ്പോൾ ജേർണലിങ് ചെയ്യും. ജേർണലിങ് പല തരത്തിലുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് വേറൊരു വീഡിയോ ചെയ്യാം. ഒത്തിരി പേര് ജേർണലിങ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. സോ എനിവേസ് അതിന് വേണ്ടിയിട്ടുള്ളൊരു ബുക്കാണ്, ഒരു സ്ക്രിബ്ലിംഗ് പാഡാണിത്. ഓക്കെ. ഞാൻ CA ഇൻ്റർമീഡിയറ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ബട്ട് നോട്ട് വെരി സ്ട്രോങ് ആയിട്ടൊന്നും ഞാൻ പ്രിപ്പയർ ചെയ്യുന്നില്ല. കാരണം എനിക്ക് കുറച്ച് ടൈം എടുത്ത് എക്സാംസൊക്കെ എഴുതി ക്ലിയർ ചെയ്യണം എന്ന് തന്നെയാണ് ആഗ്രഹം. അറ്റ് ദി ഏർലിയസ്റ്റ് എഴുതി CA ആവണമെന്ന് എനിക്ക് ആഗ്രഹത്തിൻ്റെ അല്ല. മേ ബി അത് അത്രയും ഡിഫിക്കൾട്ടായിരിക്കും. ഞാൻ പഠിക്കുന്ന സ്റ്റൈലിൽ കുറേ മാറ്റം വരുത്താനുണ്ട്. കുറച്ചും കൂടെ സിസ്റ്റമാറ്റിക് ആയാൽ ഓഫ് കോഴ്സ് നമുക്ക് ആ ഒരു ലോഡ് കുറയ്ക്കാൻ പറ്റും. നമുക്ക് കുറച്ചും കൂടെ ബെറ്ററായിട്ട് നമുക്ക് എഫിഷ്യൻസി കുറച്ചും കൂടെ കിട്ടും. എന്നാലും ഞാനിപ്പോൾ ഇന്നലെ രാത്രി ഞാൻ 2 സബ്ജക്റ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് MTP ഞാൻ ഡൗൺലോഡ് ചെയ്തായിരുന്നു. സെപ്റ്റംബർ 2025 MTP 1 ആണ് ഡൗൺലോഡ് ചെയ്തത്. അപ്പോൾ അത് ക്വസ്റ്റ്യൻസ് ആയിട്ടും ഉണ്ട്. അതിൽ FM ആൻഡ് SM ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് ആൻഡ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൻ്റെ ഒരു ആൻസർ കീ എവിടെ തുടങ്ങുന്നത് വെച്ചാൽ FMൻ്റെ ആൻസർ കീ അല്ല, തിയറി പാർട്ടിൻ്റെ നമ്മുടെ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൻ്റെ ആൻസർ കീ ആണ് ഞാനിപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. എനിക്ക് കുറച്ചെങ്കിലും ഇന്ന് ഫിനിഷ് ചെയ്യണമെന്നുണ്ട്. കുറച്ചെങ്കിലും നമ്മൾ ഓവർ ദ പാസ്റ്റ്
3 to 4 years 4 weeks ഞാൻ അങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ല. എൻ്റെ ഒരു ഓർമ്മ ഞാൻ അവസാനമായിട്ട് എഴുതിയ സെപ്റ്റംബർ 2024 കുറച്ച് ഒന്ന് പഠിച്ചിട്ട് പോയി എഴുതിയായിരുന്നു. ആ ഒരു ഓർമ്മ മാത്രമേ എനിക്കിപ്പോൾ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ ഒരു MTP എടുത്ത് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ള കോൺഫിഡൻസും പോകും. അപ്പം ഞാൻ വിചാരിച്ചത് FMSM അങ്ങനെ ഒരു നല്ലൊരു വാസ്റ്റായിട്ടുള്ള സബ്ജക്റ്റാണ് എന്നെനിക്ക് തോന്നുന്നു. അതിലൊരു ഇംബാലൻസ് ഉണ്ട്, ഹൗ ദേ ക്രിയേറ്റഡ്. ഇതെല്ലാം എൻ്റെ ഒരു പേഴ്സണൽ വ്യൂസാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് തോന്നാം, ഇങ്ങനെയൊന്നും അല്ലല്ലോ ICA ഉദ്ദേശിക്കുന്നതെന്നൊക്കെ. ബട്ട് ഇത്രയേ ഉള്ളൂ. FM കുറച്ച് പ്രാക്ടിക്കൽ സൈഡാണ്, ക്വസ്റ്റ്യൻസ് ആണ്. ദോസ് തിങ്സ് ആർ ഫുള്ളി നമ്പേഴ്സ്. അതിൽ കുറച്ച് തിയറി മാത്രമേ വരത്തുള്ളൂ. ആൻഡ് വെൻ വി കമ്പയർ അബൌട്ട് SM, ഇറ്റ്സ് ഫുൾ ഓഫ് തിയറി പാർട്ട് മാത്രമേ ഉള്ളൂ. ഇപ്പം എനിക്ക് തിയറി എഴുതാനാണ് ഇഷ്ടം, പക്ഷേ ഭയങ്കര ബൈഹാർട്ടിങ് പവറൊന്നുമില്ല, സ്കില്ലൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ക്ലാസ്സിൽ നിന്ന് കിട്ടിയ കുറേ ഇൻഫർമേഷനും പിന്നെ ഇതിനകത്ത് വാലിഡ് ആയിട്ടുള്ള വെരി വെരി ജെന്യൂൻ ആയിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ആ പോയിൻറ്റ്സ് എഴുതി കഴിഞ്ഞാൽ എന്തായാലും മാർക്ക് വീഴും. അതെങ്ങനെ മാർക്ക് വീഴുമെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എഴുതിയ പ്രീവിയസ് ആൻസർ ഷീറ്റ്സ് കോപ്പി മേടിക്കണം ICAയുടെ നിന്ന്. അല്ലെങ്കിൽ കുറച്ചും കൂടെ നല്ല സ്റ്റുഡിയോസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ആവറേജ് സ്റ്റുഡൻറ്റ്, അങ്ങനൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ടോ എന്നുള്ളത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബട്ട് സ്റ്റിൽ ആ ഒരു സർട്ടിഫൈഡ് കോപ്പീസ് എടുത്തതിന് ശേഷം നമുക്ക് അപ്പം അറിയാൻ പറ്റും, ഇന്ന സെൻറ്റൻസ് എഴുതിയാൽ എനിക്ക് മാർക്ക് കിട്ടി, അവർ ഇട്ട് തന്നിട്ടുണ്ട് എന്നുള്ള ഒരു പിക്ചർ നമുക്ക് കിട്ടും. നല്ലൊരു കോൺഫിഡൻസ് ബൂസ്റ്ററാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എനിക്ക് എക്സാംസിൽ ഒരു 24ഉം 34ഉം അങ്ങനെയൊക്കെ മാർക്സ് കിട്ടാറുണ്ട്. അപ്പം എനിക്ക് തന്നെ ഒരു ഡൗട്ട് ഉണ്ട്, ഇതെങ്ങനെ ഇത്രയും മാർക്ക് കിട്ടിയേ, നമ്മളതിന് അത്രയും പഠിച്ചില്ലല്ലോ, അപ്പം MCQന്ന് കിട്ടിയതാണോ, അങ്ങനെ കുറേ ഡൗട്ട്സൊക്കെ വന്നിട്ടുണ്ട്. അപ്പം എൻ്റെ ഒരു സജഷൻ ഇസ്, നിങ്ങൾക്ക് ഒരു സർട്ടിഫൈഡ് കോപ്പി എടുക്കാനുള്ളൊരു ആ ഒരു കറേജ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി എടുത്തൊന്ന് നോക്കണം. കാരണം കഴിഞ്ഞ നമ്മൾ എഴുതിയ പേപ്പറിൽ എന്തൊക്കെയായിരുന്നു തിരുത്തേണ്ടിയിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുന്നത് അങ്ങനെ ഒരു സർട്ടിഫൈഡ് കോപ്പിയാണ്. ബിക്കോസ് നമ്മൾ കുഞ്ഞുനാൾ മുതലേ ടീച്ചേഴ്സ് കറക്റ്റ് ചെയ്ത് തന്ന ആൻസർ ഷീറ്റ് വെച്ചിട്ട് തന്നെയാണ് ബാക്കി കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് പോകുന്നത്. സോ ആ ഒരു കാര്യം എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നി. നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റിൽ എന്തെങ്കിലും പറയാം, അത് നല്ലൊരു സ്ട്രാറ്റജി ആണോ, അതിനേക്കാളും ബെറ്ററായിട്ട് എന്തെങ്കിലും ഒരു സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളും ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ, എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് SMൻ്റെ ക്വസ്റ്റ്യൻസ് വായിക്കും, ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കും. വേണമെങ്കിൽ എൻ്റെ നോട്ട് പാഡിൽ കുറച്ച് ഞാൻ എഴുതിയൊക്കെ ചെക്ക് ചെയ്യും, കുറച്ച് പോയിൻറ്റ്സ് ഒക്കെ എഴുതി ചെക്ക് ചെയ്യും. നമ്മൾ അത്രയും സ്ട്രെയിൻ എടുക്കുന്നില്ല, അതിരാവിലെ എണീച്ചതുകൊണ്ട് ഒത്തിരി സ്ട്രെയിൻ ഞാൻ എടുക്കുന്നില്ല. SMൻ്റെ കുറച്ച് പോയിൻറ്റ്സ് എഴുതാൻ പറ്റുന്നുണ്ടോ എന്ന് ഞാൻ ചെക്ക് ചെയ്യും. എന്നിട്ട് ഈ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ഞാൻ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടുണ്ട്. ഡബിൾ പേജ് ആയിട്ടാണ് എടുത്തേക്കുന്നത്, ഡബിൾ എന്ന് സിംഗിൾ പേജ്. അപ്പോൾ അങ്ങനെ പ്രിൻ്റ് എടുത്തിട്ട് നമുക്കൊന്ന് ആൻസറൊക്കെ വായിക്കാം, നമുക്കൊന്ന് അറിയാൻ പറ്റും ഏതൊക്കെ ഏരിയാസിൽ നിന്നാണ് നല്ല സ്ട്രോങ് ആയിട്ട് അവർ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെന്ന്. പിന്നെ ആ ഒരു ക്വസ്റ്റ്യൻ പാറ്റേണിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ എന്ന് നമുക്ക് MTP നോക്കുമ്പോൾ മനസ്സിലാവും. ബിക്കോസ് ഇറ്റ്സ് മോഡൽ ടെസ്റ്റ് പേപ്പർ. നമുക്ക് ഒരു സ്കൂൾ ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കോളേജ് ഉണ്ടായിരുന്നെങ്കിൽ അവർ മോഡൽ എക്സാം നടത്തും. അതിന് പകരം ICA ഒരു മോഡൽ എക്സാം നടത്തുന്നതാണ് നമ്മുടെ ഒരു ഗുണത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളത് സ്കിപ്പ് ചെയ്യേണ്ട യാതൊരു കാരണവും എനിക്ക് വരാറില്ല. ബിക്കോസ് ഇതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ വന്നിട്ടുള്ള കാലങ്ങളൊക്കെ ഉണ്ട്. ഞാൻ എഴുതിയ എക്സാംസിലും MTP എന്നൊക്കെ 1-2 ക്വസ്റ്റ്യനെങ്കിലും വരാതിരിക്കില്ല. നമുക്ക് നോക്കാം, നമ്മുടെ ഒരു എഫേർട്സ് ഇടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും റിസൾട്ട്സ് കിട്ടും. സോ ദാറ്റ്സ് ഇറ്റ്, ബൈ. അപ്പോൾ ഞാൻ ഒരു മോർണിംഗ് വാക്കിന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഒരു 1 hour, മാക്സിമം 1 hour നമുക്ക് നടക്കാം. ഞാൻ നടക്കും. ഇത് നമ്മൾ റൂട്ട് പ്ലാൻ ചെയ്യുന്നത്
വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ ഒരു റോഡാണിത്. ഇവിടെ നേരെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം കുറച്ചടുത്താണ്. ജസ്റ്റ് 5 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം എത്തും. അവിടെ ഒത്തിരി ഡെയിലി വാക്ക് ചെയ്യുന്ന, നടക്കാനും റണ്ണിങ്ങിനൊക്കെ വരുന്ന ആൾക്കാരുണ്ട്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ലൊരു കമ്മ്യൂണിറ്റിയാണ്. സോ ആ കമ്മ്യൂണിറ്റിയിലുള്ള കുറേ പേര് സൈക്ലിംഗ് ക്ലബിലൊക്കെ ഉള്ളവരാണ്. അപ്പോൾ എനിക്ക് പരസ്പരം കുറച്ച് പേരെയൊക്കെ അറിയാം. കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. എസ്പെഷ്യലി ഐറ്റൻ എന്ന് പറയുന്ന ഒരു റണ്ണേഴ്സ് ക്ലബ്ബുണ്ട്. അവർ എലൈറ്റ് സ്പോർട്സ് പേഴ്സൺസൊക്കെ കുറച്ച് പണ്ടോട്ടേ ആ ഒരു റുട്ടീൻ, ആ ഒരു ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന ആൾക്കാരാണ്. അപ്പം ആ ഒരു ക്ലബ്ബ് ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. എനിക്കൊന്നും അങ്ങോട്ട് ഇപ്പോൾ കയറാൻ പറ്റില്ല. ഇറ്റ് ടേക്സ് ടൈം, ഇറ്റ് ടേക്സ് കറേജ് ആൻഡ് കോൺഫിഡൻസ് ആൻഡ് എവറിത്തിങ്. അവരുമായിട്ട് കൊളാബ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ഒരു റണ്ണിങ് ക്ലബിലൊക്കെ കയറണമെങ്കിൽ തന്നെ ഒത്തിരി റൂൾസും റെഗുലേഷൻസും ഒക്കെ ഉണ്ട്. ദേ ആർ ഓൾ ഫോളോയിങ് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ്. അപ്പം അവർ ഈയിടെയായിട്ട് കുറച്ച് നാളായതേ ഉള്ളൂ എന്ന് തോന്നുന്നു. ബിക്കോസ് ഞാനിപ്പോൾ നോട്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളേ ആയുള്ളൂ. അവർ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ അവരുടെ ഒരു ചെറിയ പ്രാക്ടീസ് റണ്ണൊക്കെ നടക്കുന്നുണ്ട് എല്ലാ ദിവസവും. ഇതിന് മുന്നേ ഒരു കവടിയാർ റോഡിലൊക്കെ ആയിരുന്നു നേരത്തെ റണ്ണിങ്ങിന് പോയിക്കൊണ്ടിരുന്നത്. അവർ പെട്ടെന്ന് സ്പോട്ട് ചെയ്യാൻ പറ്റും. ഒരു ഓറഞ്ച് കളർ ടീഷർട്ടിൽ ഹൈറ്റൻ എന്ന് പറയുന്ന ഒരു ക്ലബ്ബെന്ന് പേരിങ്ങനെ എഴുതിയിട്ടിട്ടുണ്ട്. സോ അതാണ് എനിക്കൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ തോന്നിയത്. പിന്നെ ഐറ്റൻ ക്ലബിലുള്ളവർ മിക്കവരും വലിയ സൈക്ലിസ്റ്റും, മീൻസ് റെഗുലറായിട്ട് സൈക്ലിംഗ് ചെയ്യുന്ന സൈക്ലിസ്റ്റുകളൊക്കെ തന്നെയാണ് കൂടുതലും പേരുള്ളത്. അപ്പോൾ ബാക്കി വിശേഷം ഈ റോഡ് വഴിയാണ് ഞാൻ നടന്നു വന്നത്. നമ്മുടെ ഈ റോഡിനെ ഗൂഗിളിൽ പല പേരും ഇട്ടിട്ടുണ്ട്. എന്നാലും ഇതൊരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സൈക്ലിസ്റ്റാണ് ഷൈനി സൈലസിനെ റിമെമ്പർ ചെയ്യാൻ വേണ്ടിയിട്ടിട്ട ഒരു പേരാണ് ഈ റോഡിന്. നാഷണൽ സൈക്ലിസ്റ്റ്, ബോൺ 1985 ആൻഡ് ഷി ആക്ച്വലി പാസ്ഡ് അവേ ഇൻ 2002. ഞാൻ ദ ഫൈനൽസ് എന്ന മൂവി ഇതുവരെയായിട്ട് കണ്ടിട്ടില്ല. ബട്ട് അതിൽ ഷൈനി സൈലസിൻ്റെ സ്റ്റോറി ആണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. ഞാൻ എന്തായാലും അത് നോക്കിയിട്ട് ഗൂഗിളൊന്ന് നോക്കിയിട്ടായിരിക്കും ഈ ഡേറ്റ പോസ്റ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് കളയും. യെസ്. ഇവിടെയാണ് ഞാൻ നടക്കാൻ വരുന്നത്. ഇടയ്ക്ക് ടൈം കിട്ടുമ്പോൾ ഇവിടെ വരും. സൈക്ലിംഗ് ഞാൻ ഇവിടെ ചെയ്യാറില്ല. സൈക്ലിങ്ങും ഓൺ റോഡായിരിക്കും, ഹൈവേസിലായിരിക്കും ഞാൻ കൂടുതലും ചെയ്യുന്നത്. പിന്നെ നടക്കാനും ഇവിടെ വരും. ചിലപ്പോൾ സ്കേറ്റിംഗ്, വേവ് ബോർഡ് ഓക്സിലോ ബോർഡെന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. അതിൻ്റെ സ്കേറ്റിങ്ങിന് ഇവിടെ വരാറുണ്ട്. അപ്പം 2 ആക്ടിവിറ്റീസാണ് ഇവിടെ ഞാൻ കൂടുതലും ചെയ്യുന്നത്. ഇവിടെ സാറ്റർഡേ സൺഡേ ഒക്കെ ചില കോച്ചസൊക്കെ സ്കേറ്റിംഗ് പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ഉള്ള സ്ഥലമാണ്. സോ അപ്പോൾ ഞാൻ നടന്നിട്ട് ജസ്റ്റ് വാം ഡൗൺ എക്സസൈസും ചെയ്തു. ഞാൻ എപ്പോഴും അങ്ങനെയാണ്, ലൈറ്റായിട്ട് ആദ്യം സ്റ്റാർട്ട് ചെയ്യും, ചെറിയൊരു വാം പോലെ സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് ഒരു 20 to 40 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്കും റണ്ണിങ്ങോ വാക്കിംഗ് ഓർ സൈക്ലിംഗ് എന്താണെങ്കിലും 20 to 40 മിനിറ്റ്സ് എങ്കിലും അറ്റ്ലീസ്റ്റ് ചെയ്തതിന് ശേഷമാണ് വാം ഡൗൺ ചെയ്യുന്നത്. വാം ഡൗണിൽ പ്രത്യേകിച്ചൊന്നുമില്ല, കുറച്ച് സ്ട്രെച്ചിങ് ഒക്കെ ഉണ്ടാവും. പിന്നെ മസിൽസൊക്കെ ഒന്ന് ലൂസണപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പ്രൊഫഷണലി പറയാൻ അറിയില്ല. ബട്ട് സ്റ്റിൽ ഞാൻ ഒത്തിരി വർഷമായിട്ട് LNCPയിൽ സമ്മർ ക്യാമ്പിന് പോകുന്നുണ്ടായിരുന്നു. അപ്പം സമ്മർ ക്യാമ്പിൽ ഇതൊക്കെ ഭയങ്കര ഡിസിപ്ലിൻഡ് ആയിട്ടാണ് ചെയ്യിപ്പിക്കുന്നത്. എല്ലാ സ്പോർട്സ് ഇൻസ്റ്റിറ്റ്യൂഷനിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ സമ്മർ ക്യാമ്പ് ആകുമ്പോൾ ഒരു 1 to 2 monthsനകം ആ ഒരു ഡിസിപ്ലിൻ്റെ ഒരു 360 ഡിഗ്രി ഒരു എക്സ്പീരിയൻസ് കൊടുക്കാനെങ്കിലും പറ്റും എന്ന്. ദാറ്റ്സ് ലൈക്ക് എൻ ഇൻസ്പിറേഷൻ, റൈറ്റ്? അപ്പോൾ സമ്മർ ക്യാമ്പിൽ കുട്ടികൾ വന്ന് അവരുടെ ടാലൻസ്, അൺഡിസ്കവേർഡ് ആയിട്ടുള്ള ടാലൻസ് ഡിസ്കവർ ചെയ്യുമ്പോൾ മേ ബി ദേ വിൽ റീച്ച് അപ്പ് ടു ഹൈറ്റ്സ് ഓൺ പ്രോപ്പർ ട്രെയിനിങ് ആൻഡ് പ്രോപ്പർ ഡിസിപ്ലിൻ ആൻഡ് എവറിത്തിങ്, കൺസിസ്റ്റൻസി. അപ്പോൾ അതുപോലെ അതൊക്കെ മനസ്സിൽ ഓർമ്മയിലുള്ളതുകൊണ്ട് അത് തന്നെ ഫോളോ ചെയ്യും. വാം ഡൗൺ കറക്റ്റായിട്ട് തന്നെ ചെയ്യും. വാം ഡൗൺ ചെയ്യാതെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഉറപ്പാണ്
പിറ്റേ ദിവസം കാലുവേദന നന്നായിട്ടുണ്ടാവും. സോ അതുകൊണ്ടാണ് വാം ഡൗൺ സ്ട്രെച്ചിങ് ചെയ്യുന്നത്. നേരെ തിരിച്ച് വീട്ടിലോട്ട്.